സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാഹന അപകടത്തിൽ 62 വയസ്സുകാരി മരിച്ചു. പേയാട് സ്വദേശിനി ഗീതയാണ് മരിച്ചത്. ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അമൽ, നേരത്തെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഇത്തരത്തിൽ അപകടം പറ്റി മരണം സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അപകടം പറ്റി മരണം സംഭവിച്ചിട്ടുണ്ട്. ഇത്ര നാളായിട്ടും എത്ര ആളുകൾ രാവിലെയും വൈകിട്ടും റോഡ് മുറിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ ഒരു മേൽപ്പാലം പോലും ഇല്ലാത്ത ദുരവസ്ഥയാണ്. ഈ അപകടം എപ്പോഴായിരുന്നു? രതീഷ, അരമണിക്കൂർ മുമ്പാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലായി ബസ് സ്റ്റോപ്പിലേക്ക് ഒരു KSRTC ബസ്സിൽ വന്നിറങ്ങിയതായിരുന്നു ഗീതയും ഭർത്താവും. വന്നിറങ്ങിയ ശേഷം ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ വാഹനത്തിന് അടിയിൽപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. തൊട്ട് മുന്നിൽ സ്മാർട്ട് സിറ്റിയുടെ ഒരു CCTV ഉണ്ട്. അതിലെ ദൃശ്യങ്ങൾ ലഭിച്ചാൽ എങ്ങനെ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ബസ് സ്റ്റോപ്പാണത്. രതീഷ് പറഞ്ഞതുപോലെ അവിടെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സിഗ്നലൊക്കെ വരുന്ന സമയം വരെ കാത്തുനിന്ന് മുറിച്ച് കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മാത്രമല്ല, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാഹനങ്ങൾക്കിടയിലൂടെ ഓടുന്നതും നമ്മൾ പലപ്പോഴായി കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ്സിന് തൊട്ട് മുന്നിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് ഓടിച്ചിരുന്ന ആൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിലെ നടന്നു പോരുമ്പോൾ ബസ്സിന്റെ ടയറിനടിയിലേക്ക് പെടുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തൊട്ട് അടുത്തായി ജനറൽ ആശുപത്രിയുടെ മുന്നിൽ ഒരു അപകടം നടക്കുകയും ആ അപകടത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതിൽ 4 പേരുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അപകട വാർത്ത കൂടി തിരുവനന്തപുരത്ത് നിന്നും വരുന്നത്. രതീഷ്.